ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നോമ്പ് കാലമല്ലേ. അപ്പം നോമ്പ് കാലത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ സമൂസ എന്ന് പറയുന്നത്. അപ്പം സമൂസയൊക്കെ നമ്മൾ ഷീറ്റൊക്കെ കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 200 മൈദ, പിന്നെ 1 കപ്പ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇതേ അളവിൽ തന്നെ മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവ് കുഴക്കില്ലേ, അതേമാതിരി വേണം ഇത് നമുക്ക് നിന്ന് കുഴച്ചെടുക്കാനായിട്ട്. നല്ല കട്ടിയായിട്ടും പാടില്ല, ഒന്നിരി നല്ല ലൂസായിട്ടും പാടില്ല. അങ്ങനെ രണ്ടിൻ്റെ നടുക്കായിട്ട് വേണം ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് എല്ലാത്തിലും ഒന്ന് ആവുന്ന രീതിയിൽ ഒന്ന് പരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 30 മിനിറ്റ് നന്നായി ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 30 മിനിറ്റ് ഇത് മൂടി വെച്ച് വെക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി നമ്മളിതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഉണ്ടോ, ഇതേപോലെ വേണം മാവ് ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിലൊരു മാവ് എടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദ ആദ്യം വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മൈദയുടെ ഇത് നമുക്കിതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു കോല് വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. എത്ര വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂരിക്ക് ഉണ്ടാക്കുന്ന ആ വട്ടമില്ലേ, ആ വട്ടത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇപ്പം ഈ പരത്തിയെടുത്ത പോലെ തന്നെ നമുക്ക് വേറെ ഒരെണ്ണം കൂടി പരത്തിയെടുക്കണം. അതും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ 2 പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരെണ്ണം വെച്ച് കൊടുത്ത് അതിനുള്ളിൽ മുകളിലായിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുറച്ച് എണ്ണ തടവാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത്തത് പരത്തിയില്ലേ, അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ട് ഒന്നിച്ചൊന്ന് നന്നായി ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം.
ഇതിപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദോശപാത്രം വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഒന്ന് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ടാൽ മതി. പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നതാണ്. ഇനി നമുക്ക് 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് 2ആക്കി എടുക്കണം. അപ്പം പയ്യെ വേണം ഇതൊന്ന് 2ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് അതേപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ മടക്കിയെടുക്കാവുന്നതാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.